ഇത് മൈസൂർ ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണ്. ഇതിനകത്ത് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച വാള് അങ്ങനെയുള്ള യുദ്ധത്തിന് ഉപയോഗിച്ച സാമഗ്രികളൊക്കെയാണ്. പക്ഷേ അവിടെ നമുക്കൊന്ന് ഫോട്ടോ ഒന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വൃന്ദാവൻ ഗാർഡൻ. വൃന്ദാവൻ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കാവേരി, കാവേരി നദിയുടെ ഉത്ഭവനമായ തലക്കാവേരി വന്ന് കാവേരി നദി, കാവേരി ഡാം. അവിടെ പിന്നെ ദസറ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. അവിടെയൊക്കെ ഫ്ലവർ ഷോയും, നമ്മുടെ ഊട്ടിയിലെ ഫ്ലവർ ഷോ പോലെ തന്നെ ദസറ ആയതുകൊണ്ട് മൈസൂർ ഒരുപാട് പോയെങ്കിലും ഈ ദസറ സമയത്ത് ആദ്യമായിട്ടായി പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റിയത്. പിന്നെ ഇവിടെ സന്ധ്യാസമയമാകുമ്പോൾ നമുക്ക് മ്യൂസിക് ഡാൻസും മ്യൂസിക് ലൈറ്റ്, വെള്ളം എല്ലാം ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ കലാവിരുതുകൾ, ഫ്ലവർ കൊണ്ടുള്ള കലാവിരുതുകൾ. കൃഷ്ണനും രാധയും, അഞ്ചമടാനന്ദ പത്മനാഭൻ, പിന്നെ മൊയലുകൾ, അങ്ങനെ പല പല കലാവിരുതുകളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മളൊരു ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാവർക്കും കുട്ടികളും ഉണ്ടായിരുന്നു, എല്ലാവരും എൻജോയ് ആയിരുന്നു. എന്താ നടക്കാനുണ്ട്, ഇങ്ങനെ ഒരുപാട് നടക്കാനുണ്ട്. യാത്രാക്ഷീണവും, കുട്ടികൾ ഓടിച്ചാടി നടക്കും, അതുപോലെ നമ്മൾക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളെ പിന്നാലെ നടക്കും. പിന്നെ വെള്ളത്തിൽ കളി, അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. വർഷത്തിലൊരു ടൂറ് നിർബന്ധം തന്നെയാണ്. അച്ഛനും അമ്മേനെയൊക്കെ നമ്മളല്ലാതെ വേറെ ആരും കൊണ്ടുപോകാനില്ലല്ലോ. അപ്പോൾ അവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രാവശ്യം എൻ്റെ അച്ഛനമ്മയും മഞ്ജുവിൻ്റെ അച്ഛനമ്മയും അങ്ങനെയൊന്നും കൊണ്ടുപോകാറില്ല. നമ്മൾ ഇവിടുത്തെ ഫാമിലി മാത്രമായിട്ട് പോകാറുള്ളൂ. ഇത്തവണ എൻ്റെ അച്ഛനമ്മയും മഞ്ജുവിൻ്റെ അച്ഛനമ്മയും അങ്ങനെ അവരെയും കൊണ്ടുപോയി. ബാക്കിയുള്ളവരും ഉണ്ട് കേട്ടോ, ചേച്ചിയുടെയും ഗ്രീഷ്മയുടെയും ഒക്കെ വീട്ടുകാർ. അവർക്ക് ആ സമയത്ത് വരാൻ പറ്റില്ലായിരുന്നു. ഒന്നാമത് ഈ വീഡിയോ കുറച്ച് ലാഗായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ. പോയി വന്നിട്ട് ഒരു 6-7 മാസമായിട്ടാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണു. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം. അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഏട്ടൻ പറയും, മലമറിക്കണ പണിയല്ലേ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വയ്യാണ്ടെന്നൊക്കെ പറയാറുണ്ട്. അത് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ആയിപ്പോയതാണ്. പിന്നെ വേറെ വീഡിയോ എടുക്കണുണ്ടല്ലോ, വേറെ വീഡിയോ ഡെയിലി വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് അതിലാണ് ഫുൾ കോൺസെൻട്രേഷൻ. ഇത് കുറച്ച് പറയാനും എടുക്കാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണ്. അച്ഛനും മകനും കൂടെ എപ്പോഴും ഇങ്ങനെ ഓരോ സാഹസിക വിക്രതകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവളോട് ഇങ്ങനെ പറയുമ്പോൾ മലമറിക്കുന്ന പണിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. ശരി, എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാൻ ചെയ്തു നോക്കാൻ പറഞ്ഞു. പക്ഷേ കുറച്ച് ടഫാണ് കേട്ടോ. ഇങ്ങനെ ഇതൊന്നും കാണുന്നില്ല, ഒന്നും കണ്ട് നമ്മളെന്താ സംസാരിക്കുമ്പോഴേക്കും അത് മാറിപ്പോകും. നമ്മളൊരു ഫ്ലവറിനെ കുറിച്ച് പറയുമ്പോഴേക്കും ആ ഫ്ലവർ മാറി വേറെയാകും. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ടിപ്പുവിൻ്റെ കോട്ടയെക്കുറിച്ച് പറഞ്ഞു, അപ്പോഴേക്കും കോട്ടയം മാറി. ഇവിടെ എഡിറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. ഇതാ നല്ല ലൈറ്റുകൾ. ഇനി ഇരുട്ടാവുമ്പോൾ നമുക്ക് മ്യൂസിക് ലൈറ്റായിട്ട് കാണാം, നല്ല രസമാണ്. ഇനി ഞാൻ എന്താ പറയുക, ഇനി അവളോട് തന്നെ കൊടുക്കാം. എനിക്കൊന്നും ശരിയാവുന്നില്ല ഈ പണി. മൈസൂർ വരുന്നത് ഒരു നഷ്ടവും ഇല്ല. കാരണം നമ്മൾ വരുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഏട്ടൻ്റെ ചെറിയമ്മയൊക്കെ അമ്മയുടെ ചെറിയമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ടൂർ പോകണത്. അവരും എല്ലാ വർഷവും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പോകാനുണ്ട്. അപ്പം നല്ലതാണ്, ഭയങ്കര ഹാപ്പി നമ്മൾ പോയതിൽ തന്നെ, നമ്മളിങ്ങനെയൊക്കെ പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അങ്ങനെ ഞങ്ങൾക്ക് പറ്റും. ഞങ്ങൾ സാധാരണ അമ്പല സ്ഥലങ്ങളോ അങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ട്രിപ്പായിട്ടാണ് പോവാറ്. ഇങ്ങനെ 2 ദിവസം 3 ദിവസം നിന്നിട്ട് ട്രിപ്പ് പോയിട്ടില്ല. ഇത് ആദ്യത്തെ തവണയാണ്. നമ്മളുടെ ബഡ്ജറ്റിലും കൂടെ ഒതുങ്ങണമല്ലോ. അപ്പം നമ്മുടെ കാശ് ഒരിക്കലും പോവില്ല കേട്ടോ. കാരണം കാണാൻ ഒരുപാടുണ്ട്, നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. പിന്നെ ബോട്ടിങ്ങിലൊക്കെ കയറി, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിറച്ച് മീനുകളുണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ച് രാത്രി ആയതുകൊണ്ട് മീനൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഡാൻസിങ് ലൈറ്റ് രാത്രി 7 മണിക്ക് അവർ 7-7:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു ഡാൻസിങ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അത് കാണുന്നുണ്ടോ? ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ, ഡാൻസിങ് ലൈറ്റിൻ്റെ തൊട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളെല്ലാതും മൊബൈൽ ക്യാമറകളാണ്. അത്രയും ആൾക്കാരും തിരക്കും ഉണ്ടായിരുന്നു. ഒന്നാമത് ദസറ ആയിരുന്നു, പൂജ ഹോളിഡേ സമയമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും മൊബൈൽ ക്യാമറയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ഡാൻസിങ് ലൈറ്റും ഇതിനനുസരിച്ച് നല്ല നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ വാട്ടർ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം
അത് ഞാൻ കോപ്പിറൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാട്ടിൻ്റെ വോയിസൊക്കെ ഒന്ന് ഓഫ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. രാത്രിയായില്ലേ. ഇനി നാളെയാണ് ബാലൻസ് കാഴ്ചകൾ കാണാൻ പോണത്. അപ്പോൾ രാത്രിത്തെ കാഴ്ചകൾ റോഡ് ഫുൾ ലൈറ്റും കാര്യങ്ങളും ഒരുപാട് കാണാൻ. ഈ ദസറ സമയത്ത് നമ്മൾ വണ്ടി കൊണ്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ പോയി എത്തിപ്പെട്ടാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഫുൾ സൈഡ് 2 സൈഡും റോഡ് ലൈറ്റും പിന്നെ സെൻട്രൽ വ്യൂവും എല്ലാമായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ ട്രാവൽസിന് കുറച്ച് ബുദ്ധിമുട്ടാവും. ഒരു ട്രാഫിക് ബ്ലോക്കും അങ്ങനെ ഇതൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ റൂംസുകൾ ബുദ്ധിമുട്ട്, റൂംസ് കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ അവിടെ ദസറ ആയതുകൊണ്ട് നമ്മൾക്ക് ടാക്സ് ഒക്കെ ഫ്രീ ആയിരുന്നു. അല്ലെങ്കിൽ അവർ ടാക്സ് അറിയാമല്ലോ, തലയ്ക്ക് 630 രൂപ എന്താ ടാക്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി കമ്മിയാക്കി നമുക്ക് ടാക്സ് ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു. മൈസൂർ പോകുകയാണെങ്കിൽ ദസറ സമയങ്ങളിൽ പോകുന്നത് അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ മൈസൂർ പോയിട്ടുണ്ട്, വർക്കിനായിട്ടും എല്ലാത്തിനും. പക്ഷേ ഇതൊരു കാഴ്ച ദസറ ടൈം ആദ്യമായിട്ടാണ്. അതിമനോഹരമായി സൂപ്പറായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ പാർട്ട് 3യും കൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. വീഡിയോ മുഴുവനായിട്ട് കണ്ട് കൂട്ടുകാരൊക്കെ സഹായിക്കുമെന്ന് വിചാരിക്കണം. വീഡിയോ മുഴുവനായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തിയ നോട്ടിഫിക്കേഷൻ കിട്ടാനും. എല്ലാവർക്കും അറിയാം യൂട്യൂബിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ്. നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്നുള്ളതൊക്കെ. അതൊക്കെ അവരവരുടെ ഇഷ്ടമുണ്ടോ, അതും കൂടെ പറയാമല്ലോ. അങ്ങനെ 2 സൈഡും മാത്രമല്ല, പിന്നെ നടുവിലും എല്ലാവിടെയും ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു അറിയോ. വണ്ടികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ട്രാഫിക്ക് അത്യാവശ്യമുണ്ട്. എന്നാലും പതുക്കെ പതുക്കെയാണ് പോണത്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടാണല്ലോ പോണത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ നല്ല സപ്പോർട്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ നമുക്കറിയാത്ത സ്ഥലങ്ങളൊക്കെ അവർ കാണിച്ചു തരാനും ഇങ്ങനെ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ല ഗൈഡ് പോലെ തന്നെയായിരുന്നു. നല്ല മനുഷ്യനുമായിരുന്നു. അങ്ങനെ ദേഷ്യം വരാനോ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അയാൾക്ക് ഇവിടുത്തെ കുറിച്ചൊക്കെ അറിയണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ ആ ഏട്ടനും കൂടെ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വോയിസ് റെക്കോർഡിങ് എൻ്റെയും ഏട്ടൻ്റെയും കൂടെ ചേർന്നിട്ടാണ്. കാരണം എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഇതിലെന്താ നമ്മൾ പറയുക. അടുത്ത വീഡിയോയിൽ ഇനിയൊരു പാർട്ടും കൂടെ ഉണ്ടല്ലോ പിറ്റേ ദിവസത്തെ. അതിലെനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഈ പാർട്ടിൽ എനിക്കൊന്നും പറയാനില്ല. എന്നിട്ട് ഞാൻ ഏട്ടനോട്, അതായത് വോയിസ് എന്താ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആക്കിക്കൊണ്ടിരുന്നത്. ഏട്ടനോട് ഞാൻ എന്നിട്ട് പറയായിരുന്നു, ഒന്ന് എന്നെ വോയിസ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒന്ന് ഇടും, ഫോണിൽ സ്റ്റോറേജ് കുറയുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്.